ഷോർട്ട് വീഡിയോയിൽ എങ്ങനെയാണ് തമ്പനെയിൽ ആഡ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു വീഡിയോയുടെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കും ഷോർട്ട് വീഡിയോയുടെ തമ്പനെയിലായിട്ട് വരുന്നത്. എന്നാലും നമുക്ക് കൃത്യമായിട്ട് ഒരു ധാരണ ഏതെങ്കിലും അതിൻ്റെ ആ ഒരു ഷോർട്ട് വീഡിയോയുടെ ഒരു മികച്ച ഭാഗം നമുക്ക് തമ്പനെയിലായിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനെന്ത് ചെയ്യാമെന്നുള്ളതാണ് കാണിക്കുന്നത്. ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നെന്ന് പറയാൻ നമ്മൾ കാണിക്കുന്ന ആ ഒരു വീഡിയോയിൽ നമുക്ക് ആവശ്യമായ ഒരു ഘടകമില്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു ഭാഗം നമുക്ക് ഏറ്റവും അവസാനമായിട്ട് അല്ലെങ്കിൽ ആദ്യമോ എവിടെയെങ്കിലും ആ ഒരു വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് കാണിക്കാൻ ഉദ്ദേശിക്കുന്ന തമ്പനെയിലായിട്ട് വരേണ്ട ഒരു ഭാഗം വേണമെങ്കിൽ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് എഡിറ്റ് ചെയ്ത് ചേർക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷമാണെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇവിടെ ടൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ടൈറ്റിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ കാണാം. ഈ വീഡിയോയുടെ തൊട്ട് മുകളിലായിട്ട് തന്നെ ഒരു പെൻസിൽ ഐക്കൺ കൊടുത്തിട്ടുണ്ട്. ആ പെൻസിൽ ഐക്കണിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ വീഡിയോ ഇതുപോലെ വരും. ഇപ്പോൾ ഇവിടെ താഴെ ഒരു സ്ക്വയറായിട്ട് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഏത് ഭാഗമാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഭാഗം ഇതിനകത്ത് സെലക്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏതൊരു ഭാഗം ഇവിടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് സെലക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ഒരു ഭാഗമായിരിക്കും വീഡിയോയുടെ തമ്പനെയിലായിട്ട് വരുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ മുകളിൽ നമുക്കൊരു ടിക്ക് കൊടുക്കാം. അപ്പോൾ ആ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് സേവായി. ഇനിയിപ്പോൾ ഈ വീഡിയോയുടെ തമ്പനെയിലായിട്ട് വരുന്നത് ഇതായിരിക്കും. ഈ വീഡിയോ എപ്പോൾ കാണിച്ചാലും ഈ ഒരു ഭാഗമായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്രയേ ഉള്ളൂ യൂട്യൂബ് ഷോർട്ട് വീഡിയോയ്ക്ക് തമ്പനെയിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഓളെന്ന് എനേബിൾ ചെയ്ത് വെക്കുകയും ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.